300 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കുറുക്കോളി മൊയ്തീനെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാലും. ജന്മനാട്ടിൽ വോട്ടർമാരെ അഭിവാദ്യം ചെയ്ത് തിരൂരിലെ UDF സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീന്റെ വോട്ട് നടത്തം. അകമ്പടിയായി പ്രവർത്തകർ ഒഴുകിയെത്തിയതോടെ സ്ഥാനാർത്ഥിയുടെ വോട്ട് നടത്തം വേറിട്ട പ്രചാരണമായി. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ അണിനിരന്നതോടെ ജന്മനാടിന്റെ മനം കവരുന്നതായി യാത്ര. ജന്മനാടായ കുറുക്കോൾ മുതൽ മാമ്പ്ര വരെയായിരുന്നു നടത്തം. സ്ഥാനാർത്ഥിക്ക് ജന്മനാട് നൽകുന്ന പിന്തുണയുടെ നേർക്കാഴ്ചയായിരുന്നു പരിപാടിയിലെ ജനപങ്കാളിത്തം. പ്രായം വകവയ്ക്കാതെ വയോധികരും ആവേശത്തോടെ കുരുന്നുകളും ഒരുപോലെ അണിനിരന്നു. നിയോജകമണ്ഡലം UDF ചെയർമാൻ അഡ്വക്കേറ്റ് KA പത്മകുമാർ, കൺവീനർ വെട്ടം ആലിക്കോയ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ചൊവ്വാഴ്ച അവസാനിക്കാനിരിക്കെ മണ്ഡലത്തിലെ എല്ലാ മേഖലകളിലും കുറുക്കോളിയുടെ പ്രചാരണം ശക്തമാണ്. സിറ്റിംഗ് MLA എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ നടത്തിയ വികസന പദ്ധതികൾ ഉയർത്തിക്കാട്ടിയാണ് കുറുക്കോളി മൊയ്തീൻ വോട്ട് തേടുന്നത്. ആരോഗ്യ, വിദ്യാഭ്യാസ, സാംസ്കാരിക, ഗതാഗത മേഖലകളിൽ നടപ്പാക്കിയ കോടികളുടെ പദ്ധതികൾ വോട്ടർമാർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും കുറുക്കോളി നിറഞ്ഞു നിൽക്കുകയാണ്. പ്രചാരണത്തിന് ശക്തി പടർന്ന് ഒട്ടേറെ UDF നേതാക്കൾ ഇതിനകം മണ്ഡലത്തിൽ എത്തിയിരുന്നു. വേറിട്ട പ്രചാരണ പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ ഉടനീളം ഇത്തവണ സംഘടിപ്പിച്ചുവരുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ അനുസരിച്ച് മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷം UDF-നുണ്ട്. എഡിറ്റർ ലൈവ്, തിരൂർ. തിരൂരിന്റെ നന്മ തുടരാൻ UDF സാരഥി കുറുക്കോളി മൊയ്തീനെ കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാലും. 87 കോടിയുടെ റോഡ് വികസനം, 57 കോടിയുടെ വിദ്യാഭ്യാസ വികസനം, ആദവനാട് ഭിന്നശേഷി പാർക്ക് ഉൾപ്പെടെ 87 കോടിയുടെ സാമൂഹിക രംഗത്തെ ഇടപെടലുകൾ, 37 കോടിയുടെ ആരോഗ്യ വികസനം, 33,000 കുടുംബങ്ങൾക്ക് കുടിവെള്ളം, 300 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കുറുക്കോളി മൊയ്തീനെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാലും. നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.